അല്ലെങ്കിൽ ആശാനോ എന്നൂടെ എന്താ ഉണ്ണി ഈ വഴി? ഞാനേ ഒരാളെ തപ്പിറങ്ങിയതാ. അതെ, ഓ ഇങ്ങോട്ട് പോകാനുണ്ടി. ഞാൻ വലിയ ടെൻഷനില്ല. കാരണം എന്റെ ചെറുപ്പകാലത്ത് ഒരാൾ എന്നെ ഇട്ട് ഓടിച്ച് ഞാൻ ഒരു സ്ഥലത്ത് ഇന്ന് വീണ്. ഇപ്പൊ എന്റെ കൈയും കാലൊക്കെ വേദന എടുത്തിട്ട് പാടില്ല, അനക്കാൻ പറ്റുന്നില്ല. അതാണ് എന്റെ ടെൻഷൻ. ആശാനെ കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ ആശാനെ. എന്റെ വിഷമം എനിക്കല്ലേ അറിയാം എന്റെ ഉണ്ണി. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, അന്ന് ആശാനെ ഓടിച്ച ആള് ഇപ്പൊ ജീവനോടെ ഉണ്ടോ? ഈ എന്നെ പറ്റിച്ചല്ലടാ. എന്റെ വണ്ടി കൊണ്ടുപോയിട്ട് നീ 10 പൈസ എനിക്ക് തന്നിട്ടില്ല. പൈസ തരാം. എന്റെ വണ്ടി ഒരാള് കട്ടിട്ട് പോയി, അതുകൊണ്ടാണ്. പൈസ ഞാൻ തരാം, പൈസ തരാം. അയ്യോ എന്നൊന്നും ചെയ്യില്ല. ആരെന്ന് എനിക്ക് ഒരു പിടി കിട്ടിയിട്ടില്ല. അടിയും കിട്ടി, തൊഴിയും കിട്ടി. ആളെവിടെ പോയി എന്നൊരു പിടുത്തമില്ല. എനിക്കൊരു ബുള്ളറ്റ് വേണം. നടന്നു പോകുമ്പോ ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഉണ്ണി സംഘടിപ്പിച്ചു തരാം. ആശാൻ ഇതിനെ പേടിക്കണേ. ഈ ബ്രോക്കർ ഉണ്ണിയുള്ളപ്പോ ബുള്ളറ്റ് അല്ല തീവണ്ടി പോയി പേടിച്ചിടും. അതാണ്. എടാ ഇന്നലെ നമ്മൾ 2 വണ്ടി കച്ചവടം ഉണ്ടല്ലോ. ഒരു KL45 C 84-30 പിന്നെ ഒരു 26-36. അതിന്റെ അഡ്വാൻസ് ഒന്നുമില്ല. നീ അവിടെ എന്ത് നോക്കിയിരിക്കേ? നീ ആ മാഷവേം പോയി കാണ്. ദേ നമ്മൾ പറഞ്ഞ വണ്ടി ഒന്നുണ്ട്. കണ്ടളേ. എങ്ങനെയുണ്ട് വണ്ടി? നോക്കി. വണ്ടി കുഴപ്പമില്ല. ഏതാ മോഡല്? എടാ ഇത് ഏതാ മോഡല്? ഇത് 2014 ഒക്ടോബർ. അല്ല ഇതിന്റെ ബുക്കും പേപ്പറും കറക്റ്റ് ഉണ്ടോ? അല്ലേ, ബുക്കും പേപ്പറും എല്ലാം കറക്റ്റാണ്. 2014 വണ്ടിയാണ്. ആകെ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്ത കൊല്ലം ജൂൺ വരെ ഇൻഷുറൻസ് ഉണ്ട്. വണ്ടി ബാക്കി നിങ്ങൾ വണ്ടി നോക്കിയിട്ട് പറഞ്ഞോ. വണ്ടി വയ്ക്കോ. മൊത്തം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വണ്ടിയൊക്കെ ഓക്കെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കി തരാൻ വേണം. അതൊന്ന് പറയാന്ന്. ഞാനും ചോദിക്കട്ടെ, എന്ത് വിലക്ക് മുറിക്കാൻ പറ്റും നോക്കിയാ നമുക്ക്. അല്ല നമുക്ക് അവസാനമായിട്ട് റേറ്റ് പറയും. നമുക്ക് എന്ത് വിലക്ക് പറ്റും? പുള്ളിക്ക് എന്ത് വിലക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ചോദിച്ചിട്ട് പറ. ഞാനൊന്ന് ഒന്ന് സംസാരിക്കാം. തൽക്കാലം പൊക്കോ. ഞാനൊന്ന് വിളിക്കാം. എന്നിട്ട് വിളിച്ചാൽ മതി. അല്ല വണ്ടി കണ്ട് ഇഷ്ടമായില്ല എന്തായാലും. ആൾക്ക് വണ്ടി ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അത് കഴിയുമ്പോ നിങ്ങളുടെ റേറ്റ് എത്രയെന്ന് നോക്കിയിട്ട് ഒന്ന് പറ. അപ്പൊ എന്റെ റേറ്റ് വേണ്ടി യോജിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ഇതിനെ വിളിക്കാന്ന്. വിളിച്ചാൽ മതി. ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബുള്ളറ്റല്ലേ സാധനം. പക്ഷെ റേറ്റിന്റെ കാര്യം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആക്കാൻ പറഞ്ഞു. വൈകിട്ട് തന്നെ വിളിക്കാം. ഞാൻ സംസാരിച്ചിട്ട് ഞാൻ വൈകിട്ട് വിളിക്കാം. ഓക്കെ നേട്ടാ. അല്ല നീ എന്ത് വർത്താനീ പറയണേ? ഇനിയിപ്പോ ഞാൻ അവരോട് എന്ത് മറുപടി പറയും? ഒരു പുതിയ വണ്ടിയാണ് ഞാൻ നിനക്ക് എടുത്തത്. അത് കിയയുടെ വണ്ടി. എത്ര രൂപയുടെ വണ്ടിയാണെന്നറിയോ അത്? അതൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട. അതിന്റെ ഗ്ലാസും പോയി, ബമ്പറും പോയി, എല്ലാ സാധനം പോയി. എത്ര രൂപന് ലക്ഷങ്ങൾ ചിലവാക്കി തരേണ്ടി വരും. ഞാനിത് എവിടെ നിന്നുണ്ടാക്കും? എനിക്കിതൊന്നും അറിയണ്ട. നീ ആ കാശ് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തന്നെ കൊണ്ടു കൊടുക്കേണ്ടി വരും. മനു എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുതിട്ടാ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. മോശമാണ്. അതൊന്നും എനിക്ക് കേൾക്കാൻ നിൽക്കണ്ട. ഞാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒന്നത് നീ ഫോൺ വിളിച്ചെടുക്കണില്ല. വിളിച്ച് ഞാൻ തോറ്റു. ഞാൻ ആ മുതലോട് ഞാൻ എന്ത് മറുപടി പറയണ്ടേ? അതൊന്നും വേണ്ട. ഇതൊന്നും കേൾക്കണ്ട. ഈ ഒരു എക്സ്ക്യൂസും എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. ഞാൻ മുതലാളിനെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരുള്ളൂ. അതെ, ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ ഫോൺ വെച്ചേടെ. ആശാനെ
എത്ര നേരം ഞാനിവിടെ കാത്തു നിൽക്കണേ? ഉണ്ണി, എനിക്ക് ബുള്ളറ്റ് വേണ്ട. പക്ഷെ ഞാൻ ഓട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോ കൊണ്ടുവരാൻ പറഞ്ഞത്. അങ്ങനെ ഈ വണ്ടി എടുത്തോ, നല്ല വണ്ടിയാ. ആരെ വണ്ടിയാ? ഇതോടെ മീശക്കാരനില്ലേ? ഏത് വീശക്കാരൻ? ആ ഷൂട്ടിങ്ങിനൊക്കെ പോണ ആള് വണ്ടി കയറ്റിട്ട് ഷൂട്ടിങ്ങിന് പോയി. ഞാൻ എടുത്തിട്ട് വന്നതാ. അദ്ദേഹത്തിന്റെ വണ്ടിയാണെങ്കിൽ നല്ല വണ്ടിയായിരിക്കും. കാലക്കം വണ്ടിയാ, നോക്കിക്കോ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പക്കായിരിക്കും. പുള്ളിയുടെ വണ്ടിയല്ലേ? അതെ, എന്നാലും നമ്മളൊരു കച്ചവടമാകുമ്പോ നമ്മളൊക്കെ ഒന്ന് നോക്കണ്ടേ. വണ്ടി കുഴപ്പമില്ല മാഷെ. എന്നാ നമുക്ക് മുറിക്കാന്ന്. ഞാനീ ഈ വണ്ടി എടുത്തോ, 2016 മോഡലാ. ഈ അടുത്ത് ടെസ്റ്റ് കഴിഞ്ഞുള്ളൂ. എനിക്കറിയാവുന്ന വണ്ടിയാ. ആള് മക്കളെ പോലെ നോക്കണ വണ്ടിയാ. റേറ്റ് എത്രയാ? റേറ്റ് 2.5 പുള്ളി പറഞ്ഞത്. ഒന്നും കുറയില്ല, കുറച്ച് ചോദിക്കാൻ വേണ്ട. അതിലൊരു 50 കൂടി കൂട്ടി കഴിഞ്ഞാൽ പുതിയ വണ്ടി എടുത്തൂടെ? കാർ എടുക്കാലോ. അല്ല, തനിക്ക് ഏത് വണ്ടി കൊണ്ടുവന്നാലും നിനക്ക് ഇഷ്ടാവില്ല. എത്ര വണ്ടി ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ? ആയിരിക്കും, നമുക്ക് വില കൊണ്ടോക്കണ്ടേ? അല്ല പിന്നെ, അതാ ഞാനാ കാറ് മേടിക്കുന്ന. അല്ല, ഇന്നലെ ബുള്ളറ്റ് കൊണ്ടുപോയി കാണിച്ചു, അത് എനിക്ക് ഇഷ്ടമായില്ല. ഇന്നിപ്പോ ഓട്ടോ കൊണ്ടുപോയി കാണിച്ചു, അതും ഇഷ്ടമായില്ല. നാളെ തന്നെ കാറ് കൊണ്ടുവരാൻ പറയോ? ഉണ്ണി, ദേഷ്യപ്പെടില്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കച്ചവടമല്ലേ ഇതൊക്കെ. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതല്ലേ നമുക്ക് കച്ചവടമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഉള്ളതിന് നോക്കിയാൽ പോരെ, നമ്മുടെ സമയം വെറുതെ മെനക്കെടുത്തേണ്ട കാര്യം. എനിക്ക് 2 വണ്ടി വേറെ കച്ചവടമുള്ളതാ. ഞാൻ നോക്കട്ടെ, കിട്ടിയത് ഒതുങ്ങിയത് കിട്ടിയെന്ന് ഞാൻ പറയാം. വെറുതെ മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിയിട്ട്. ഇത് ആരേത്? ഉണ്ണി ബ്രോക്കർ. ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടികളൊക്കെ വിറ്റ് കുറെ പൈസ സമ്പാദിച്ചു. നിങ്ങളെ പറ്റി ഈ നാട്ടില് പലരും കംപ്ലൈന്റുകൾ പറയുന്നുണ്ട്. അത് അസൂയക്കാര് പലതും പറയും. ഞാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഞാൻ എന്റെ കച്ചവടത്തിൽ 100% സത്യസന്ധത പുലർത്താറുണ്ട്. ആളുകൾ എന്തൊക്കെ പറയുന്നു, ആര് നോക്കുന്നു ഇതൊക്കെ? ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടികൾ കുറെ വിറ്റിട്ടുണ്ട്. അതിൽ ഒരു വണ്ടി കാണുന്നില്ല. പിന്നെ പോലീസുകാർ നിങ്ങളെ അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ നാട്ടുകാരും കുറച്ച് ശ്രദ്ധിച്ചോ? ഏയ്, അത് എന്നെ ആയിരിക്കില്ല. ഞാൻ എന്റെ ബിസിനസ്സിൽ ഒരു തട്ടിപ്പും ചെയ്യാറില്ല. ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത്. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു ആശാനെ? നിങ്ങൾ ഭൂലോക തട്ടിപ്പ. നിങ്ങളുടെ കാറും വേണ്ട, ബൈക്കും വേണ്ട, ബസ്സും വേണ്ട. നിങ്ങളുടെ കൂടെ പറഞ്ഞാലേ പോലീസ് എന്നെ പോക്കും. ഞാൻ അത്രക്കാരനാണോ? ഇതിനേലും വലിയ തട്ടിപ്പുകളോട് നടന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ എന്ത് വരനോടത്ത് വെച്ച് കാണാം.